കൂടി ചേരുന്നുണ്ട്. അഭിന, മാവൂർ റോഡ് ശ്മശാനത്തിൽ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്? അവിടെയും ആളുകൾക്ക് അവസാനമായി പ്രിയപ്പെട്ട സാഹിത്യകാരനെ, അവരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനെ ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടോ? തീർച്ചയായും ഇപ്പോൾ അദ്ദേഹത്തിനെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ഈ ശ്മശാനത്തിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് ആളുകളാണ് ഇപ്പോൾ ഈ ഒരു ശ്മശാനത്തിന് ശ്മശാനത്തിന് തൊട്ട് പിന്നിലായിട്ട് നിൽക്കുന്നത്. വീട്ടിൽ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ തന്നെ ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ സാധാരണ ജനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹത്തെ അവസാനമായി കാണാൻ വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ പ്രാദേശിക നേതാക്കളും വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആംബുലൻസിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഇനി അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ ശ്മശാനത്തിനകത്തേക്ക് കൊണ്ടുവരും. അതുകൂടാതെ തന്നെ വീട്ടിനുള്ളിൽ പല ആളുകൾക്കും കാണാൻ സാധിച്ചിരുന്നില്ല. അവിടെയും വരിവരിയായി ഒരുപാട് പേരുകൾ, പ്രായമായിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി വീട്ടിൽ കാത്തിരുന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ അതിൽ പല ആളുകളും ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയും ആളുകൾ ഈ ശ്മശാനത്തിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. അത്രമാത്രം പ്രിയപ്പെട്ട ഒരാൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു വരവും. അതുപോലെ തന്നെ ഇത്രയും ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുമ്പോൾ തന്നെ, അതുപോലെ തന്നെ അദ്ദേഹത്തെ ദഹിപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് തന്നെ ഒരുപാട് ആളുകൾ കണ്ണും നട്ട് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് നോക്കി നിൽക്കുന്ന കാഴ്ചയും അതും വലിയ നമ്മളെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അത് എന്നുള്ളതാണ്. അതും അദ്ദേഹത്തോട് ഒരു സൗഹൃദം കാത്തു സൂക്ഷിച്ച ആളുകളാണ് ഇത്തരത്തിലെല്ലാം ഇങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകളിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അത് വളരെയേറെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. വളരെ ദുഃഖം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്മശാനത്തിൽ ഇപ്പോൾ ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിന് പുറത്തും അതുപോലെ തന്നെ ഇപ്പോൾ ഈ ശ്മശാനത്തിലേക്ക് കടന്നു വരുന്ന കവാടത്തിനകത്തും ഇപ്പോൾ നിരവധി ആളുകൾ വീണ്ടും എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന്, അവിടെ വീട്ടിൽ വെച്ച് കാണാൻ കഴിയാത്തവർക്ക് കാണുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കാണാൻ കഴിയാത്തവർ ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വീണ്ടും എത്തിച്ചേരുന്നുണ്ട്. എല്ലാം സാധാരണ ജനങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. കലയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാഹിത്യത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെയാണ് എത്തിച്ചേരുന്നത്. ഇനി MT ഓർമ്മകളിൽ മാത്രമാവുകയാണ് എന്നുള്ളതാണ്. അത് ഒരിക്കൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ ആയിരിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ ഈർന്നണിയുന്ന കണ്ണുകൾ പോലും ഈ പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അതിന്റെ സുഹൃത്തുക്കൾ തന്നെയാകാം എന്ന് തന്നെയാണ്. കാരണം അവരുടെ എല്ലാം കണ്ണുകളിൽ ചുമന്ന് പൊടിച്ചിരിക്കുന്ന കണ്ണുകളാണ്. കാരണം ഈർന്നണിഞ്ഞിരിക്കുന്ന അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സംസാരിക്കാൻ വയ്യ, MT ഇനി ഒന്നുമില്ല, MT ആണ്, ശൂന്യമാണ്, ഇനി ഇല്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു യുഗമാണ് നഷ്ടപ്പെടുന്നത്, അവരിൽ ഒരാളാണ് നഷ്ടമാകുന്നത് എന്നുള്ള ഒരു സങ്കടം, അത് ഉൾക്കൊള്ളാൻ അവരെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇനി തങ്ങൾക്ക് ഇനി തങ്ങൾക്ക് ഒരുപാട് കഥകൾ അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിലുള്ള ആശയങ്ങൾ തുറന്നു പറയാനുള്ള ഒരു വ്യക്തിയാണ് ഇപ്പോൾ തങ്ങളുടെ മുൻപിൽ നിന്നും ഇങ്ങനെ മായുന്നത്. ഒരു തവണ ആശുപത്രി കിടക്കയിൽ നിന്നും രക്ഷപ്പെട്ട് അതിജീവിച്ചുകൊണ്ട് വീണ്ടും സാഹിത്യ ലോകത്തിലേക്ക് കടന്നു വന്ന് വീണ്ടും ഈ തൂലിക ചലിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. വീണ്ടും അത്തരത്തിലൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു പ്രതീക്ഷ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം വന്നിരുന്നു. അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നു. അത് വലിയ രീതിയിൽ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പ്രതീക്ഷയെല്ലാം മങ്ങിക്കൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു ഇന്നലെ 10 മണിക്ക് എല്ലാവരും ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലുണ്ടാക്കിയെന്ന് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം രക്ഷപ്പെടും, ഇത്രയും ദിവസമായില്ലേ, അദ്ദേഹം മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയില്ലേ, അത് നല്ലൊരു ലക്ഷണമായിട്ടാണ് തങ്ങൾ കണ്ടത്. അദ്ദേഹം രക്ഷപ്പെടും എന്ന് തന്നെയായിരുന്നു കരുതിയിരുന്നത്. കണ്ണുകൾ ഈർന്നണിഞ്ഞുകൊണ്ട് തന്നെ, തൊണ്ട ഇടറിക്കൊണ്ട് തന്നെയാണ് ഓരോരുത്തരും അവരുടെ വാക്കുകൾ മുഴുമിപ്പിക്കാറില്ല. അവർ പറയുന്നത് MT ഇനി ഇല്ലല്ലോ, MT ഇനി ശൂന്യമല്ലേ, ഇനി ആര് കഥ എഴുതും, അല്ലെങ്കിൽ ഇനി ആര് പുതിയ തിരക്കഥ ഉണ്ടാക്കും, ഇനി എന്തുണ്ട് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് അവരുടെ മുൻപിലുമുള്ളത്. അതിൽ കണ്ണുകൾ അടച്ചുകൊണ്ടും അല്ലെങ്കിൽ കൺപീലി ഒന്ന് അനക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു
വരവ് തന്നെയായിരുന്നു ഓരോ ആളുകളും. കഴിഞ്ഞ ദിവസം ആശുപത്രിയിലും പോയവരുണ്ട്. ആശുപത്രിയിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കാൻ പോയവരെല്ലാം തന്നെ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു മടങ്ങിയിരുന്നത്. അത് MP തിരിച്ചു വരും, MP ഇനി തിരിച്ചു വന്ന് പുതിയ സാഹിത്യ ലോകത്തിലേക്ക് പുതിയ ഏടുകൾ നൽകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഇവരെ ഈ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പ്രായഭേദമന്യേ അല്ലെങ്കിൽ ഈ ആൺപെൺ വ്യത്യാസമില്ലാതെ സൗഹൃദം ഒരുപോലെ കാത്തു സൂക്ഷിച്ച ഒരാൾ തന്നെയായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്നത് അതിനൊരു പ്രത്യേക തരം ഒരു മൂല്യം കാത്തു സൂക്ഷിച്ച ഒരാളാണ്. അങ്ങനെ എല്ലാവരെയും പെട്ടെന്നൊന്നും അദ്ദേഹത്തിന്റെ ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരാളായിരുന്നില്ല. അത്രയും പ്യൂറായി അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാളെ എത്തിക്കണം എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് അത്രത്തോളം ആവശ്യമുള്ള അല്ലെങ്കിൽ അത്രമാത്രം പ്രിയപ്പെട്ട ആരെങ്കിലും ആണെങ്കിൽ മാത്രമേ അദ്ദേഹം അവരിലേക്ക് MP-യിലേക്ക് അടുപ്പിക്കാറുള്ളൂ എന്നുള്ളതാണ്. അത് സാധാരണ ജനങ്ങൾ പോലും പറയുന്നത് അദ്ദേഹത്തെ കാണുവാനായി പലതവണ പോകുമ്പോഴും അദ്ദേഹം അമർഷത്തോടെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ പരിചയപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് ഇത്രയധികം ഒരു നിഷ്കളങ്കനായ അല്ലെങ്കിൽ ഒരു ചെറുപുഞ്ചിരിയിൽ നമുക്ക് എല്ലാം നൽകുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു മാന്ത്രികത അദ്ദേഹം സൂക്ഷിക്കുന്നുണ്ട്. അത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഒരിക്കലെങ്കിലും സംസാരിക്കണം. അദ്ദേഹം കാണുമ്പോൾ ചിരിക്കില്ല അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു അമർഷമായിരിക്കും. പക്ഷെ അദ്ദേഹത്തോട് സംസാരിച്ചു കഴിയുമ്പോൾ അദ്ദേഹം ഒരു പാവമാണ് അല്ലെങ്കിൽ അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹം നെയ്തെടുക്കുന്നത് ഒരു മാന്ത്രിക ലോകമാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്നും സൃഷ്ടിച്ചെടുക്കുന്ന നിരവധി കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നോവലുകളും സാഹിത്യങ്ങളിലും അദ്ദേഹം കുറിച്ചു വെക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണക്കാരെ ജീവിതം അദ്ദേഹം വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടികളും അത് സാഹിത്യമാവട്ടെ ചെറുകഥയാവട്ടെ സിനിമയാവട്ടെ എന്തുകൊണ്ടും ആളുകളെ അത്രമേൽ അടുപ്പിക്കുന്നതായിരുന്നു. സാധാരണ ജനങ്ങളുടെ ജീവിതം വിളിച്ചോതുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടിയും എന്നുള്ളതാണ്. അതുതന്നെയാണ് സാധാരണ ജനങ്ങളെ അദ്ദേഹത്തിലേക്ക് അടുപ്പിച്ചത്. ഈ കോഴിക്കോട് സാഹിത്യ നഗരം ഈ ശൂന്യമാണ്. ഈ റോബിനെയും അതുപോലെ തന്നെ മുഹമ്മദ് ബഷീറിനെയും പോലുള്ള ആളുകളെ പോലെ നമ്മുടെ അവസാന തലമുറയിലെ കണ്ണി എന്ന് പറയുന്ന പോലെ അദ്ദേഹം MP വിടവാങ്ങിയിരിക്കുകയാണ്. ഈ സിത്താരയിൽ നിന്നും അദ്ദേഹം വിലാപയാത്രയിൽ ഇവിടെ എത്തുമ്പോഴും നിരവധി ആളുകൾ ഈ ബാങ്ക് റോഡ് വഴി മാവൂരിലേക്ക് എത്തുമ്പോഴും നിരവധി ആളുകളായിരുന്നു ഈ അദ്ദേഹത്തെ കാണുന്നതിനായി റോഡിലേക്ക് പൂവുമായി എത്തിയിരുന്നത്. പക്ഷേ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ലെങ്കിലും ഇപ്പോൾ അതിനുള്ള ഒരിടം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും അവിടെ ആളുകൾ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 4 മണിക്ക് 4:30 തന്നെ അദ്ദേഹത്തിന്റെ ചടങ്ങുകൾ ആരംഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ ആളുകളുടെ ഈ ഒരു വരവ് കാരണം അത് നീണ്ടു പോകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിരവധി സാഹിത്യക്കാരെല്ലാം ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം തന്നെ ഒരു മൂകമായ രീതിയിലാണ്. MN കാരശ്ശേരി അടക്കം സുഭാഷ് ചന്ദ്രൻ അടക്കമുള്ള ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മൂകത മാത്രമാണ്, എങ്ങും ഒരു ഇരുട്ട് മാത്രമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർ കഴിഞ്ഞ ദിവസങ്ങളും പ്രതികരിച്ചത് അങ്ങനെ തന്നെയാണ്. ഇനി എനിക്ക് ഏകാന്തതയാണ്, MP പോയി, ഇനി എന്റെ ആശയങ്ങൾ ഞാൻ ആരോട് പറയും? MP പറയാറുണ്ട് 300 പേജുകൾ വായിച്ചിരുന്ന ഞാൻ 50 പേജിലേക്ക് ചുരുങ്ങി പോവുകയാണല്ലോ, ഇനി എത്ര പേജിലേക്ക് ഞാൻ ചുരുങ്ങി പോകുമെന്നൊരു ചോദ്യം MN കാരശ്ശേരിയോട് ഒരു തവണ ചോദിച്ചിരുന്നതായി കാരശ്ശേരി പങ്കുവച്ചിരുന്നു. അത് പറയുമ്പോഴും MN കാരശ്ശേരിയുടെ കണ്ണുകൾ ഈർന്നണിഞ്ഞിരുന്നു. അതുപോലെ തന്നെ തൊണ്ട ഇടറുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് ഈ 50 പേജല്ല, ഇനിയും അതിൽ കൂടുതൽ 300-ൽ കൂടുതൽ പേജുകൾ MP-യെ കൊണ്ട് വായിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു MN അന്ന് നൽകിയിരുന്ന മറുപടി. പക്ഷേ ഇത്രയധികം ഈ പേജുകളെല്ലാം മറികടന്ന് വീണ്ടും ചുരുങ്ങിപ്പോകുന്ന ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു ശൂന്യതയിലേക്ക് മാത്രം പുസ്തകങ്ങൾ വായിച്ച് അവസാന പേജിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശൂന്യത, അതായിരുന്നു അവസാനം ഈ ഒരു അന്ത്യത്തിലേക്ക് എത്തിയത് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു മറുപടി. അതും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പൂർത്തിയാക്കാൻ സാധിച്ചില്ല, അദ്ദേഹത്തിന് ഒന്നും ഒഴിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതായിരുന്നു. MN കാരശ്ശേരി വീണ്ടും വന്നു. അദ്ദേഹം പറയുന്നത് ഞാനിനി എങ്ങോട്ട് പോകും, അല്ലെങ്കിൽ എടോ താൻ എവിടെയാടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെയുണ്ട്, താൻ ഇങ്ങോട്ട് വാടോ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സൗഹൃദം ഇനി എവിടെ നിന്ന് ലഭിക്കും എന്നുള്ളൊരു
സങ്കടം മാത്രമാണ് തനിക്കുള്ളത് എന്നുള്ള, തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാളാണ് തന്നിൽ നിന്നും വിട്ടുപോകുന്നത് എന്നുള്ളതായിരുന്നു MN കാരശ്ശേരി അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മറ്റ് സാഹിത്യകാരന്മാരെല്ലാവരും വന്നു. അവരെല്ലാം പറയുന്നത് പുതുതലമുറയ്ക്ക് എന്നും സൂക്ഷിക്കാൻ പറ്റിയ, അല്ലെങ്കിൽ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു നല്ല പാഠമാക്കാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിലെ ഓരോ വരികൾക്കും സാധിക്കും എന്നുള്ളത് തന്നെയായിരുന്നു ഓരോ സാഹിത്യകാരന്മാരും പറഞ്ഞിരുന്നത്. അത് പറയുന്നത് പോലെ തന്നെ വളരെ കൃത്യമാണ്. കാരണം ഏത് വായനക്കാരെ, ഒരിക്കൽ പോലും വായനയെ ശീലമാക്കാത്തവർ അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെടാത്തവർ പോലും അതിൽ ഇരുന്നു കൊണ്ട് വളരെ കൃത്യമായി അത് വായിച്ച് ശീലിച്ച് അദ്ദേഹത്തോടെ ഒരു ഇഷ്ടം തോന്നുന്ന വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ സൃഷ്ടിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സിനിമാ മേഖലയിലാണെങ്കിലും അദ്ദേഹത്തിന്റെ ഓരോ കഥകളും സിനിമാ മേഖലയിൽ ജനങ്ങൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു പിടി നല്ല സിനിമകളുണ്ടായിരുന്നു. വടക്കൻ വീരഗാഥ, ആൾക്കൂട്ടത്തിൽ തനിയെ, ഒരു ചെറുപുഞ്ചിരി, നിർമാല്യം തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹത്തിന്റെ തന്നെ സൃഷ്ടികളിൽ വന്നതായിരുന്നു. അതെല്ലാം ജനങ്ങൾ ഇന്നും ഓർക്കുന്നതാണ്. അതുകൂടാതെ തന്നെ കാലം എത്ര മാറിക്കഴിഞ്ഞാലും, ഇനി വർഷങ്ങൾ പിന്നിട്ടാലും, 24 കഴിഞ്ഞ് 25, 26 പിന്നിട്ട് കഴിഞ്ഞാൽ പോലും അതിന്റെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം എന്നും നിലനിൽക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു കഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കാരണം ഏതൊരു മനുഷ്യന്റെയും ചിന്താഗതിയെ അതുപോലെ വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏതൊരു സിനിമ എടുത്തു നോക്കിയാലും, ചെയ്തത് 5 or 6 ആണെങ്കിലും ആ ഒരു സിനിമകളിലെല്ലാം തന്നെ വളരെ കൃത്യമായി ഓരോ മനുഷ്യരുടെയും വിചാര ചിന്തകളാണ് അദ്ദേഹം അതിൽ ചാലിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ അത്രയേറെ വിജയിച്ചതും അദ്ദേഹത്തെ തേടി നിരവധി അവാർഡുകളും പുരസ്കാരങ്ങളും അടക്കം അദ്ദേഹത്തിന് ലഭിച്ചതും എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഈ അദ്ദേഹത്തിന്റെ പല നോവലുകളും അല്ലെങ്കിൽ സാഹിത്യങ്ങളാവട്ടെ സിനിമകളാവട്ടെ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത ചില ഭാഗങ്ങൾ കൊണ്ടായിരിക്കും അദ്ദേഹം ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തനിക്കൊന്ന് ചിരിച്ചുകൂടെ എന്നുള്ളത് അത് അന്നത്തെ ഒരു ഫോട്ടോ എടുക്കുന്നതിനിടെ മാധ്യമ പ്രവർത്തകന്റെ ചോദ്യമായിരുന്നു, സാർ ഒന്ന് ചിരിക്കാമോ, തനിക്ക് വേണമെങ്കിൽ എടുത്തോടോ എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു മറുപടി. പക്ഷേ ആ ഒരു മറുപടി ഒരു അമർഷത്തിൻ്റെതായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു. അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു ചെറുപുഞ്ചിരി ഉണ്ടായിരുന്നു. ആ ഒരു പുഞ്ചിരി ആയിരുന്നു അക്കാലം അത്രയും ഒരു സൂക്ഷിച്ചു വെച്ചിരുന്ന, അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരു നന്മയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയധികം ഒരു അമർഷക്കാരനല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ദേശക്കാരനല്ല, അദ്ദേഹം ഒരു ചെറുപുഞ്ചിരി ഒരു സൂക്ഷിക്കുന്ന ഒരു മഹത് വ്യക്തി തന്നെയാണ് എന്നുള്ളതിലേക്ക് ഏവരും എത്തിപ്പെടുന്നത് പോലും ഇത്തരത്തിലാണ്. അതുപോലും ഒരു ചെറുപുഞ്ചിരിയിലൂടെ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേതൊരു സിനിമ എടുത്തു നോക്കിയാലും, അല്ലെങ്കിൽ ഏതൊരു നോവൽ എടുത്തു നോക്കിയാലും, ഏതൊരു കഥ എടുത്തു നോക്കിയാലും അത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹം ഈ ഒരു പകരം വെക്കാനില്ലാത്ത ഒരു തുല്യ കലാകാരൻ എന്നതിലുപരി തലമുറകളോളം അദ്ദേഹം രചിച്ചിട്ടുള്ള കഥകളെല്ലാം തന്നെ വായിക്കപ്പെടുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യും. ഈ മലയാളത്തിന്റെ വാക്കും മനസ്സുമായിരുന്നു MT എന്ന 2 അക്ഷരം. ഇന്ന് അത് MT മാത്രമായിരിക്കുകയാണ്. ഈ ഒരു വള്ളുവനാടൻ മണ്ണിൽ കാലൂന്നിൽ നിന്ന് കേരളീയ സമൂഹത്തിന്റെ മോഹഭംഗങ്ങളും കൃത്യമായി ആവിഷ്കരിച്ച ഒരു മഹാനായിരുന്നു അദ്ദേഹം. അതുകൂടാതെ തന്നെ നോവലുകളും ചെറുകഥകളും ഉപന്യാസങ്ങളും ബാലസാഹിത്യ കൃതികൾ അടക്കം നാടകങ്ങളിലും സിനിമകളിലും എല്ലാമായി മലയാള സാഹിത്യത്തിലും ഭാഷയ്ക്കും ഒരു അമൂല്യ നിധി തന്നെയായിരുന്നു MT എന്നുള്ളത്. സ്വന്തമായി സാഹിത്യ സൃഷ്ടി നടത്തുമ്പോഴൊക്കെയും നിരവധി എഴുത്തുകാരെ സൃഷ്ടിച്ച മഹാനായിരുന്നു ഈ MT വാസുദേവൻ നായർ എന്ന് പറയുന്ന അതുല്യ പ്രതിഭ. കവിത എഴുതാത്ത കവി എന്ന് അദ്ദേഹത്തെ വിളിച്ചവരുണ്ട്. അതുകൂടാതെ തന്നെ മലയാള കഥയെ, നോവൽ സാഹിത്യത്തെ കവിതയുടെ ലാവണ്യ ഭംഗിയിലേക്ക് അടുപ്പിച്ച ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. കോഴിക്കോടിന്റെ സാഹിത്യ നഗരത്തിൽ തന്നെ വിലമതിക്കാനാവാത്ത ഒരു നഷ്ടം തന്നെയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ നമുക്കറിയാം, കോഴിക്കോടിന്റെ ഏതൊരു മുക്കിലും മൂലയിലും നോക്കിക്കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ഓരോ സ്പന്ദനവും, അദ്ദേഹത്തിന്റെ ഓരോ താളവും, ഓരോ സ്പന്ദനവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അദ്ദേഹത്തെ എഴുതി തുടങ്ങുന്ന കാലം മുതലേ മാതൃഭൂമിയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്ത് ആരംഭിച്ചതെങ്കിൽ പോലും ആ സമയം മുതലേ അദ്ദേഹം ഒരു ഏകാന്തത ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഒരു ഏകാന്ത ജീവിതത്തിലേക്കാണ് അദ്ദേഹം മടങ്ങുന്നത്. ഇവിടുത്തെ മാവൂർ റോഡിലെ ശ്മശാനത്തിൽ ആദ്യമായി എത്തുന്ന ആളും കൂടിയാണ് MT വാസുദേവൻ നായർ. അദ്ദേഹത്തെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശ്മശാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് എത്തേണ്ടിയിരുന്ന ആളായിരുന്നു. പക്ഷേ അദ്ദേഹം എത്തിയത് ഇങ്ങനെയാണ് എന്നുള്ളതിലാണ്. അദ്ദേഹം ഇവിടെ ആദ്യമായി എത്തുന്നത് MT ആണ്. അപ്പോൾ അദ്ദേഹം ആദ്യമായി പറയാറുണ്ട്, എനിക്ക് ഏകാന്തതയാണോ ഇഷ്ടം. ഈ ബീച്ചുകളിലും അതുപോലെ തന്നെ മിഠായി തെരുവുകളിലെല്ലാം അദ്ദേഹം പോയിരിക്കുമ്പോഴും അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട്, MN കാരശ്ശേരി അടക്കമുള്ള ആളുകൾ ചോദിക്കാറുണ്ട്, താൻ എന്താടോ ഇങ്ങനെ തനിച്ചിരിക്കുന്നത് എന്നുള്ളത്.